ലോകം ഭയത്തോടെ നോക്കിക്കാണുന്ന ഒരു പുതിയ ഭീകര സഖ്യം പാകിസ്ഥാനിൽ രൂപപ്പെടുന്നു. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹമാസും ഇന്ത്യ ലക്ഷ്യമിടുന്ന ലഷ്കർ ഇ ത്വയ്ബയും കൈകോർക്കുകയാണ്. പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് ഇരു ഭീകര സംഘടനകളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ ത്വയ്ബയുടെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ മർക്സി മുസ്ലിം ലീഗ് PMML കമാൻഡർ ഫൈസൽ നദീം ഹമാസ് ഉന്നത നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയതായി പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. ദോഹയിൽ വെച്ച് ഹമാസ് നേതാവ് ഖാലിദ് മഷാലുമായി ഇവർ നടത്തിയ ചർച്ചയുടെ വിവരങ്ങൾ NDTV പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിലൂടെ ഇപ്പോൾ ലോകം മുഴുവൻ കണ്ടിരിക്കുകയാണ്. കൂടാതെ പാകിസ്ഥാനിലെ ഗുജൻവാലയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ ഹമാസ് കമാൻഡർ നാജി സഹീറും ലഷ്കർ നേതാവ് റാഷിദ് അലി സന്തുവും വേദി പങ്കിടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. 2023 ഒക്ടോബറിന് ശേഷം നാജി സഹീർ 15 തവണയെങ്കിലും പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. തങ്ങളുടെ മണ്ണ് ഭീകരവാദികളുടെ കൂടാരമായി മാറ്റിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. ആരാണ് ഫൈസൽ നദീമിനൊപ്പം ഉണ്ടായിരുന്നത് എന്നത് അതീവ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ സൈഫുള്ള കസൂരിയും ഈ ചർച്ചകളിൽ പങ്കാളിയായിരുന്നു. ലഷ്കറിനെ നിരോധിച്ചപ്പോൾ അവർ പുതിയ പേരിലുണ്ടാക്കിയ രാഷ്ട്രീയ സംഘടനയാണ് PMML. പേര് മാറ്റിയാലും ഇവരുടെ ലക്ഷ്യം ഭീകരവാദം തന്നെയാണ്. ഈ കൂടിക്കാഴ്ചകൾ അതുതന്നെയാണ് തെളിയിക്കുന്നത്. ഹമാസിനെ പോലൊരു ആഗോള ഭീകര സംഘടനയ്ക്ക് പാകിസ്ഥാൻ പരസ്യമായി വേദിയൊരുക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ജാഗ്രത വേണ്ടുന്ന സമയമാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കാലങ്ങളായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഭീകരതയുടെ പ്രഭവ കേന്ദ്രമാണെന്ന സത്യം. ഹമാസിന്റെ തന്ത്രങ്ങളും ലഷ്കറിന്റെ ആൾബലവും ഒന്നിക്കുമ്പോൾ അത് ദക്ഷിണേഷ്യയുടെ സമാധാനത്തിന് മാത്രമല്ല ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. പരിശീലനവും ഫണ്ടിങ്ങും പ്രചാരണവും പങ്കിടാനുള്ള ഇവരുടെ നീക്കം ആഗോള ഭീകരവിരുദ്ധ പോരാട്ടങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ അല്ലാതെ ഇത്രയധികം കൂടിക്കാഴ്ചകൾ നടക്കില്ല എന്നത് പകൽ പോലെ വ്യക്തം. ചുരുക്കത്തിൽ ഹമാസും ലഷ്കറും ഒന്നിക്കുമ്പോൾ അത് കേവലം രണ്ട് സംഘടനകളുടെ ലയനമല്ല, മറിച്ച് ആഗോള സമാധാനത്തിന് നേരെയുള്ള യുദ്ധപ്രഖ്യാപനം തന്നെയായിട്ടാണ് അതിനെ കാണേണ്ടത്. ഈ പുതിയ ഭീകര അച്ചുതണ്ടിനെ തകർക്കാൻ ഇന്ത്യയും ഇസ്രയേലും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് ഈ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 24.